നമോ നാരായണായ. നാരായണീയം ദശകം 9. ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും. 8-ാം ദശകത്തിൽ കാണിച്ച പ്രകാരം ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നും ഉത്ഭവിച്ച ബ്രഹ്മാവിൻ്റെ വ്യാപാരങ്ങൾ ആണ് പറയുന്നത്. ശ്ലോകം 1. സ്ഥിതഃ സഹ കമലോദ്ഭവഃ തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിത് ഇദം അംബുധൗ ഉദിതം ഇതി അനാലോകയൻ. ഉദിതമിത്യനാലോകയൻ തത് ഈക്ഷണകുതൂഹലാത് പ്രതിദിശം വിവൃത്താനനഃ ചതുർവദനതാമഗാത് വികസത് അഷ്ടദൃഷ്ട്യംബുജാം. സഹ കമലോദ്ഭവഃ, ആ ബ്രഹ്മാവ്, തവ നാഭിപങ്കേരുഹേ ഹി സ്ഥിതഃ, അങ്ങയുടെ നാഭികമലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട്, അംബുധൗ ഇദം കുതസ്വിത് ഉദിതം, സമുദ്രജലത്തിൽ ഈ താമരപ്പൂവ് എന്തിൽ നിന്നുണ്ടായി, ഇതി അനാലോകയൻ എന്ന് അറിയാത്തവനായിട്ട്, തദീക്ഷണ കുതൂഹലാത്, ആ താമരപ്പൂവിൻ്റെ ഉൽപ്പത്തിസ്ഥാനം അറിയുവാനുള്ള കൗതുകത്താൽ, പ്രതിദിശം വിവൃത്താനനഃ, ദിക്കുതോറും തിരിഞ്ഞ മുഖമുള്ളവനായിട്ട്, വികസത് അഷ്ടദൃഷ്ട്യംബുജാം, വിടർന്ന താമരപ്പൂക്കൾക്ക് തുല്യങ്ങളായ 8 കണ്ണുകളുള്ള, ചതുർവദനതാം അഗാത്, നാൻമുഖൻ എന്ന അവസ്ഥയെ പ്രാപിച്ചു. 41 പറയാണ്, ഭഗവാനെ, ആ ബ്രഹ്മാവ് അങ്ങയുടെ നാഭികമലത്തിലുള്ള താമരപ്പൂവിൻ്റെ അകത്ത് ഇരിക്കുന്ന ആ ബ്രഹ്മാവ് ഈ പ്രളയജലത്തിൽ എവിടെ നിന്നാണ് ഈ താമര ഉണ്ടായിരിക്കുന്നത് എന്നറിയാതെ അതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കാനായി 4 വശവും മുഖം തിരിച്ചു നോക്കുകയാൽ വിടർന്നിരിക്കുന്ന 8 കണ്ണുകളോടുകൂടിയ താമരപ്പൂ പോലെയുള്ള സുന്ദരമായ 4 മുഖങ്ങളുള്ളവനായിട്ട് തീർന്നു. സ്ഥിതസ്സ കമലോദ്ഭവഃ തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിദമംബുധൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണകുതൂഹലാത് പ്രതിദിശം വിവൃത്താനനഃ ചതുർവദനതാമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. ശ്ലോകം 2. മഹാർണവവിഘൂർണിതം കമലം ഏവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു ന ആലോകയൻ. കയേഷ കമലോദരേ മഹതി നിസ്സഹായഃ ഹി അഹം നിസ്സഹായോ ഹ്യഹം കുതസ്വിത് ഇദം അംബുജം സമജനി ഇതി ചിന്താം അഗാത്. മഹാർണവവിഘൂർണിതം, മഹാസമുദ്രത്തിൽ കിടന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന, തത് കമലം, ആ താമരപ്പൂവിനെ, കേവലം ഏവ, ആശ്രയമില്ലാത്തതായിട്ട് തന്നെ, വിലോക്യ, കാണുകയും, തദുപാശ്രയം, ആ താമരപ്പൂവിന് ആശ്രയമായ, തവ തനും തു, ആ അവിടുത്തെ തിരുവുടലിനെയാകട്ടെ, നാലോകയൻ, കാണാതിരിക്കുകയും ചെയ്തിട്ട്, മഹതി കമലോദരേ, ആ ബ്രഹ്മാവ് മഹത്തായ ആ താമരപ്പൂവിനുള്ളിൽ തന്നെ, നിസ്സഹായഃ ഹി ഏഷഃ, ഏകാകി തന്നെയായ, അഹം കഹ, ഈ ഞാൻ ആരാണ്, ഇതം അംബുജം കുതസ്വിത്, ഈ താമരപ്പൂവ് എന്തിൽ നിന്നാണ് ഉണ്ടായത്, ഇത് ചിന്താം അഗാത്, എന്നിങ്ങനെ ചിന്തയിൽ ആണ്ടുപോയി.
പറയാണ്, ആ വിസ്തൃതമായ ആ കാരണ ജലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏകമായ ആ താമരപ്പൂവിനെ തന്നെ നോക്കിയിട്ട് ഈ പൂവിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ അങ്ങയെ കാണാതെ ഈ താമരയുടെ അന്തർഭാഗത്ത് പരസഹായം കൂടാതെ ഇരിക്കുന്ന ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? ഈ താമരപ്പൂവ് എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചു. മഹാർണവവിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ കയേഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താമഗാത്. ശ്ലോകം 3. അമുഷ്യ ഹി സരോരുഹഃ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സഹ ഖലു നാളരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ തുദീയം അതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ സരോരുഹഃ, ഈ താമരപ്പൂവിന് കിമപി കാരണം സംഭവേത് ഹി, ഒരു കാരണം തീർച്ചയായും ഉണ്ടായിരിക്കുമല്ലോ. ഇത് സ്മ കൃതനിശ്ചയഃ, എന്ന് തന്നെ ബ്രഹ്മാവ് ഉള്ളിലുറപ്പിച്ച് പ്രൗഢധീഹി, ബുദ്ധി സാമർഥ്യമുള്ള അദ്ദേഹം സഹ ഖലു സ്വയോഗ ബലവിദ്യയ, തൻ്റെ യോഗശക്തിയോടു കൂടിയിട്ടുള്ള ജ്ഞാനശക്തിയാൽ നാളരന്ധ്രാധ്വന, ആ താമരത്തണ്ടിന്റെ സുഷിരങ്ങൾ വഴി സമവരൂഢവാൻ, കീഴ്പോട്ട് ഇറങ്ങി. അതിമോഹനം ത്വദീയം, അതിമോഹനം അത്യന്തം മനോഹരമായിട്ടുള്ള ത്വദീയം കളേബരം, ഭഗവാനെ അവിടുത്തെ തിരുവുടൽ കണ്ടെത്തുക എന്നതാകട്ടെ ന ദൃഷ്ടവാൻ, അത് ഉണ്ടായതുമില്ല. അതായത് ഭഗവാനെ കാണാൻ ബ്രഹ്മാവിന് സാധിച്ചില്ല എന്ന് പറയുന്നു. ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്, ഈ താമരപ്പൂവിന് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആശ്രയം ഉണ്ടായിരിക്കുമല്ലോ എന്ന് തന്നെ ഉറച്ചിട്ട് ബുദ്ധി സാമർഥ്യമുള്ള മഹാബുദ്ധിമാനായിട്ടുള്ള ബ്രഹ്മാവ് തൻ്റെ യോഗശക്തിയോട് കൂടിയ ആ ജ്ഞാനശക്തിയാൽ താമരത്തണ്ടിൻ്റെ എല്ലാ ഓരോരോ സുഷിരങ്ങൾ വഴിയും കീഴ്പോട്ടിറങ്ങി. എന്നാൽ അതിമനോഹരമായ അവിടുത്തെ തിരുവുടൽ കണ്ടെത്തുവാൻ ബ്രഹ്മാവിന് സാധിച്ചില്ല എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. അമുഷ്യഹി സരോരുഹഃ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സഖലു നാളരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. ശ്ലോകം 4. തതഃ സകലനാളികാ വിവരമാർഗഗഃ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി ന ഏവ നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീഃ സമാധിബലമാദധേ ഭവത് അനുഗ്രഹ ഏക ആഗ്രഹി ഭവദനുഗ്രഹൈകാഗ്രഹി. തതഃ സകലനാളികാ വിവരമാർഗഗഃ മാർഗയൻ, അനന്തരം ആ ബ്രഹ്മാവ് താമരത്തണ്ടിന്റെ ഓരോ ദ്വാരങ്ങൾ വഴിക്കും പോയി അന്വേഷിച്ചിട്ടും ശതവത്സരം പ്രയസ്യ, അനേകം സംവത്സരകാലം പ്രയാസപ്പെട്ടിട്ടും കിമപി ന ഏവ സംദൃഷ്ടവാൻ, ഒന്നും തന്നെ
കാണുകയുണ്ടായില്ല. നിവൃത്യ കമലോദരെ എന്നിട്ട് പിന്മടങ്ങി ആ താമരപ്പൂവിനുള്ളിൽ സുഖനിഷണ്ണഹ സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് ഏകാഗ്രധീഹി ബുദ്ധിയെ ഏകാഗ്രമാക്കി ഭവദനുഗ്രഹൈകാഗ്രഹി ഭഗവാനെ അവിടുത്തെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിഫലം ആദത്തെ സമാധിബലം ആദത്തെ ഉറച്ച സമാധിയെ കൈക്കൊണ്ടു. ബ്രഹ്മാവ് ആ താമരത്തണ്ടിൻ്റെ സകല ദ്വാരങ്ങൾ വഴിക്കും പോയി അന്വേഷിച്ചിട്ടും അനേകം സംവത്സരകാലം പ്രയാസപ്പെട്ടിട്ടും കിമപി നയേവ സംദൃഷ്ടവാൻ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. പിന്നീട് തിരിച്ച് താമരപ്പൂവിൽ തന്നെ സുഖാസനത്തിൽ സുഖമായി ഇരുന്നു കൊണ്ട് ബുദ്ധിയെ ഏകാഗ്രമാക്കി അവിടുത്തെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ച മനസ്സോടെ സമാധിയെ കൈക്കൊണ്ടു. തത സകല നാളികാ വിവരമാർഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീഹി സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. ശ്ലോകം 5. ശതേന പരിവത്സരൈഃ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധ വിശദീകൃതഃ സഹ ഖലു പത്മിനീസംഭവഃ അദൃഷ്ടചരം അദ്ഭുതം തവ ഹി രൂപം അന്തർദൃശാ വ്യചഷ്ട പരിതുഷ്ടധീഃ ഭുജഗഭോഗഭാഗാശ്രയം. സഹ പത്മിനീസംഭവഃ ഖലു ആ ബ്രഹ്മാവാകട്ടെ ശതേന പരിവത്സരൈഃ 100 ദിവ്യ സംവത്സരം കൊണ്ട് ദൃഢസമാധി ഉറച്ച സമാധിയെ ബന്ധോല്ലസത് ധരിച്ചതിനാൽ പ്രബോധ വിശദീകൃത ജ്ഞാനം തെളിഞ്ഞ് മനോമാലിന്യമെല്ലാം വിട്ടകുന്നവനായിട്ട് തീർന്ന് പരിതുഷ്ടധീഹി ആനന്ദം നിറഞ്ഞ ആ അന്തരംഗത്തോടെ അദൃഷ്ടചരം അദ്ഭുതം മുമ്പ് കണ്ടിട്ടില്ലാത്തതും ആശ്ചര്യത്തിന് കാരണമായതും അദ്ഭുതം ഭുജഗഭോഗഭാഗാശ്രയം ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചുകൊണ്ടുള്ളതുമായിട്ടുള്ള തവരൂപം അവിടുത്തെ തിരുവുടൽ ദിവ്യദൃഷ്ടിയാൽ ദർശിക്കുക തന്നെ ചെയ്തു. അന്തർദൃശാ വ്യചഷ്ട ഹി ദിവ്യദൃഷ്ടിയാൽ ദർശിക്കുക തന്നെ ചെയ്തു. ബ്രഹ്മാവാകട്ടെ 100 ദിവ്യ സംവത്സരക്കാലം കൈക്കൊണ്ട് ദൃഢസമാധി ബന്ധത്താൽ പ്രകാശിതമായ ആത്മജ്ഞാനത്തോടു കൂടിയവനായി തീർന്നിട്ട് ഭഗവാനെ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ട ദിവ്യദൃഷ്ടി കൊണ്ട് ഇത്രയും നാളും ദർശിച്ചിട്ടില്ലാത്തതായ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായ ആ ആദിശേഷന്റെ ശരീരമാകുന്ന തൽപ്പത്തിൽ വിശ്രമിക്കുന്ന അങ്ങയുടെ ആശ്ചര്യകരമായ രൂപം കണ്ട് അതിസന്തുഷ്ടനായിട്ട് ഭവിച്ചു. ആദിശേഷനിൽ പള്ളി കൊള്ളുന്ന ഭഗവാനെ ബ്രഹ്മാവ് ദർശിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.